ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർഷിക സമ്മേളനങ്ങൾ മാത്രമല്ല നടത്തുന്നത്. നമ്മൾ കൂടുതൽ നമ്മുടെ യൂണിയൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കൂടുതൽ നമ്മൾ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വാർഷിക സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ INTUCയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ VR പ്രതാപൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപക നേതാവ് ശ്രീ K കരുണാകരൻ്റെ പുത്രനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനിശ്ചിത നേതാവും മുൻ KPCC പ്രസിഡന്റും MPയുമൊക്കെ ആയിരുന്ന ഇപ്പോൾ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യനും ആരാധ്യനുമായ ശ്രീ K മുരളീധരനെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷൻ, നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ INTUCയുടെ സംസ്ഥാന ഭാരവാഹിയായ ശ്രീ VJ ജോസഫ് മാസ്റ്റർ അവരുടെ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ഷംസുദ്ദീൻ, ഇന്ന് രക്തദാതാക്കളെ ആദരിക്കുന്ന ചടങ്ങ് നിർവഹിക്കുന്ന INTUCയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ VR പ്രതാപൻ, സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടി, മറ്റ് ഭാരവാഹികൾ ഷമീർ, അനു, ബിനു, അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്ന മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ ഷാനിഫ ബീവി, കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച 451 റാങ്ക് നേടിയ അതിഥി കൃഷ്ണദേവ്, സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ സംഘടനയുടെ 29ാം വാർഷിക സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ടൈം ഓഫ് എൻറോൾ സ്ഥാപനത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷത്തെ പ്രവർത്തനങ്ങളിൽ തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു നേട്ടം തന്നെയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റും തൊഴിലാളികളുടെയും സഹകരണമാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും വളർച്ചയ്ക്ക് കരുത്ത് നൽകുന്നത്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് സ്ഥാപനത്തിൻ്റെ നന്മയെ കരുതി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 28 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനം നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങാൻ സംഘടനയ്ക്ക് കഴിയണം എന്നാണ് എനിക്കിതിൻ്റെ തുറന്നു വരുന്ന ഭാരവാഹികളോട് പറയാനുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം യൂണിയൻ്റെ വാർഷികം ആഘോഷിക്കുന്നതോടനുബന്ധിച്ച് തന്നെ പ്രധാനമായും 2 പേരെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. ഒന്ന് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ ഷാനിഫ ബീവി, അവർ ജോലിക്ക് പുറമെ രോഗികൾക്കും മറ്റും വേണ്ടി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, അതിനുകൂടെ കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും എന്നൊക്കെ പറഞ്ഞാൽ സർക്കാർ മേഖലയിലുള്ള ആശുപത്രികൾ, അത് പാവപ്പെട്ട രോഗികൾക്ക് എന്നും സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ഒന്ന്, ആവശ്യത്തിനുള്ള ഡോക്ടർമാരുടെ അഭാവം, സ്റ്റാഫിൻ്റെ അഭാവം, ഇതിനെല്ലാം പുറമെ ആശുപത്രികൾ വൃത്തിയായി സൂക്ഷിക്കാത്തതിൻ്റെ അപകടങ്ങളുമുണ്ട്. നിങ്ങൾക്കറിയാം, ചിലപ്പോൾ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾക്ക് ന്യൂമോണിയ ഉൾപ്പെടെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഉണ്ടാകുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം ആശുപത്രികൾ വൃത്തിയായി സൂക്ഷിക്കാത്ത കാരണം കൊണ്ടാണ്. ഇന്നലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഏത് പാർട്ടിയുടെ ജീവനക്കാരാണെങ്കിലും ആശുപത്രിയുടെ ക്ലീനിങ് സ്റ്റാഫിൻ്റെ പ്രഥമ പരിഗണന ആശുപത്രികളെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് പകരം പലപ്പോഴും, ഞാൻ എല്ലാവരെയും ഒന്നും കുറ്റം പറയുന്നില്ല, ചില ആളുകളൊക്കെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പിൻബലത്തിൽ
ജോലിയൊന്നും ചെയ്യാതെ വെറും ശമ്പളം വാങ്ങിച്ചിരിക്കുന്ന ഇതിൻ്റെ ദോഷം പലപ്പോഴും പാവപ്പെട്ട രോഗികളാണ് അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ ഡോക്ടർമാർ എത്ര മിടുക്കരാണെങ്കിലും സ്റ്റാഫ് എത്ര മിടുക്കരാണെങ്കിലും ഒരു ആശുപത്രിയിൽ വൃത്തിയില്ലെങ്കിൽ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. രോഗികൾക്ക് രോഗമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളായത് മാറും. ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ജോലിയേക്കാൾ ഉപരിയായി താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് 100% കൂറ് പുലർത്തിയതിൻ്റെ പേരിലാണ് ഷാനിഫ ബീവിയെ ഇവിടെ നിങ്ങൾ ആദരിക്കാൻ തീരുമാനിച്ചത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജോലിയേക്കാൾ അപ്പുറം ഇപ്പോൾ പലർക്കും ഉണ്ട് സർക്കാർ ജോലിയാകുമ്പോൾ സാധാരണ ഒരു സർക്കാർ ഓഫീസാണെങ്കിൽ 10 മണിക്ക് വന്ന് 5 മണി വരെ അതിലിടയ്ക്ക് ഒന്ന് ചായ കുടിക്കാൻ പോകും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഒരു ദിനചര്യ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവനവനെ ഏൽപ്പിച്ച ജോലികൾ സത്യസന്ധമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, മെഡിക്കൽ കോളേജിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ, രോഗികളുടെ എണ്ണം കൂടുന്നതല്ല വളർച്ച. ഉള്ള രോഗികൾക്ക് സംരക്ഷണം ലഭിക്കുക, അവർക്ക് ആരോഗ്യം നൽകുക, അതാണ് ഒരു ആശുപത്രിയുടെ വളർച്ച എന്ന് പറയുന്നത്. ആ രീതിയിൽ പ്രവർത്തിക്കാൻ ഇവരെപ്പോലുള്ളവരുടെ സഹായങ്ങൾ ആശുപത്രികൾക്കൊരു കരുത്താണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ പറയുന്നില്ല. ആരോഗ്യവകുപ്പിനെ മികച്ചൊരു വകുപ്പാക്കി മാറ്റിയെടുക്കണം എങ്കിലാണ്, കാരണം സാധാരണക്കാരുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു വകുപ്പാണ്. ഒരാൾ സർക്കാർ ആശുപത്രിയിൽ സമീപിക്കുമ്പോൾ അവർക്ക് നല്ല ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ വകുപ്പിൻ്റെ ചുമതല എന്ന് പറയുന്നത്. പക്ഷെ അല്പം ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്, അതിനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഒരിക്കലും മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ടാവരുത് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തേണ്ടത്, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ സർക്കാർ ആശുപത്രികളിലെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൽ പോലും നമുക്ക് അതിൻ്റെ നോംസ് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഡോക്ടർമാർക്ക് മികച്ച സേവനം നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പലപ്പോഴും ഡോക്ടർമാരുടെ സംഖ്യ കുറവാണ്, രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്, ഡോക്ടർമാരുടെ സംഖ്യ കുറവാണ്. അതുകൊണ്ട് ഡോക്ടർമാരുടെ പോസ്റ്റുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് തത്വത്തിൽ തീരുമാനമെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് സിവിൽ സർവീസ് പരീക്ഷയിൽ 451 റാങ്ക് കിട്ടിയ അതിഥി കൃഷ്ണദേവിനെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. നമുക്ക് വളരെ അഭിമാനമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾ സിവിൽ സർവീസ് പരീക്ഷകൾ നല്ല രീതിയിൽ പാസ്സായി വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർക്കുന്നത്, ഞാനിരിക്കെ പാർലമെൻറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ അന്നൊരു ചോദ്യം ചോദിച്ചിരുന്നത്, ആ വർഷം കേരളത്തിലെ എത്ര കുട്ടികൾ കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി എന്നായിരുന്നു അന്നത്തെ ചോദ്യം. അതിന് എനിക്ക് കിട്ടിയ ഉത്തരം, ഒരാൾ പോലും പാസ്സായിട്ടില്ല എന്നായി. ഇന്ന് അങ്ങനെ ചോദ്യം ചോദിക്കുന്നവർക്ക് അഭിമാനകരമായിട്ടുള്ള ഉത്തരം കിട്ടുന്നു എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും സിവിൽ സർവീസ് ഒക്കെ പാസ്സായി ഇനി നാളെ ഉന്നത ഉദ്യോഗത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അവിടെയും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, അത് IAS ആവട്ടെ, IPS ആവട്ടെ, മറ്റ് ഏത് ഘടകമാവട്ടെ, ഏതാണ്ട് പൊതുജന സേവകരെ പോലെ തന്നെയാണ് ഈ മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരും. കാരണം ഇവരും ജനങ്ങളുമായി നല്ല അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അവരോട് സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് ശുപാർശ വരാറുണ്ട്. എല്ലാ ശുപാർശകളും നടത്തി കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ ആ കാര്യങ്ങൾക്ക് സമീപിക്കുന്നവരെ ആക്ഷേപിക്കാതെ അവർക്ക് പറയുന്ന ശ്രദ്ധാപൂർവം കേൾക്കാനും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നാക്കിയ പരിഹാരം ഉണ്ടായി മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇന്നത്തെ തലമുറയിൽ ജയിച്ചു വരുന്നവർക്ക് കൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റു കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും നമ്മുടെ വാർഷികവും ഇത്തവണയും നല്ല കുറേ കൂടെ എനിക്ക് തോന്നുന്നത് സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ വിപുലീകരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ
വാർഷിക പരിപാടി നടത്തിയിട്ടുള്ളത്. സാധാരണ നമ്മളവിടെ തന്നെ നമ്മുടെ കമ്പനിയിൽ തന്നെ ഒരു ഹാളിലാണ് സാധാരണ പതിവ്. പക്ഷേ ഇപ്പോൾ കുറേ കൂടെ വിപുലീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, മന്ത്രിയായി ചാർജ് എടുത്താൽ യൂണിയൻ പ്രസിഡൻ്റ് സ്ഥാനമൊക്കെ ഒഴിയണമെന്നാണ് നിയമം. അതുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം കൂടെ ഒഴിയുന്നതായി കൂടെ നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. നമ്മൾ മറ്റുള്ള ബഹുമുഖ പ്രതിഭകളെ ആദരിക്കുന്നതിൽ ആദ്യമായി നമ്മുടെ ഷാനിഫ ബീവി അവർകളെ മെഡിക്കൽ കോളേജിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന രോഗികളെ സഹായിക്കുന്ന മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കാൻ മുന്നോട്ട് പോകാൻ ഒരു പ്രേരണയായിക്കൊണ്ട് നമ്മുടെ യൂണിയൻ അവരെ ബഹുമാനപൂർവ്വം ആദരിക്കുന്നു. കയറുകയും പിന്നെ പരീക്ഷയിൽ എക്സിക്യൂട്ടീവായി മാറുകയൊക്കെ ചെയ്ത മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 34 വർഷത്തെ സേവനമാണ് കമ്പനിയിൽ പൂർത്തിയാക്കുന്നത്. അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ബഹുമാനം.